അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം കണ്ടത് അഗസ്ത്യമുനിയുടെ ആശ്രമം സന്ദർശിച്ച രാമ ലക്ഷ്മണ സീതാദികൾ മുനിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിലേക്ക് യാത്ര തിരിക്കുന്നതാണ്. അങ്ങനെ അവർ പഞ്ചവടിയിലേക്ക് നടക്കുന്നു. പഞ്ചവടിയിൽ അവർ താമസിക്കുന്ന സമയത്ത് ഒരു ദിനം ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് ആധ്യാത്മിക തത്വങ്ങളെക്കുറിച്ചുള്ള ഉപദേശത്തിനായി അർത്ഥിച്ചു. അതുപ്രകാരം ലക്ഷ്മണന് പഞ്ചവടിയിൽ ഗൗതമീ തീരത്തിരുന്നു കൊണ്ട് ശ്രീരാമചന്ദ്രൻ നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം എന്ന് അറിയപ്പെടുന്നത്. അത്യന്തം ആധ്യാത്മികമായ തത്വങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ അർത്ഥഗർഭമായ ആ ഉപദേശം ലക്ഷ്മണന് സൗമിത്രിക്ക് പകരുന്നു. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാം അടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിൻ തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെയുപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമൻ അതുകേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം ഉൾചെയ്തിതു വഴി പോലെ. കേട്ടാലും എങ്കിൽ അതിഗുഹ്യമാം ഉപദേശം, കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ, അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ, വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ. മായയാകുന്നത് നിർണയം, അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം, മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നത്. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തം അവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ഇപ്രകാരമാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശം നൽകുന്നത്. ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നു, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ എപ്രകാരമാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അതിന് രാമചന്ദ്രൻ നൽകുന്ന ഉപദേശം തന്നെയാണ് ഇത്. കാരണം പണ്ട് നമ്മുടെ കവി പറഞ്ഞിട്ടുണ്ട്, കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, ജന്തുവിന്നു തുടരുന്നു വാസനാബന്ധം ഇങ്ങ് ഉടൽ വിട്ടുപോകുവോളവും. നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ
ഒരുപാട് വാസനകൾക്ക്, ഒരുപാട് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നാം ഇരയായിത്തീരും, പാത്രീഭൂതരായിത്തീരും. ഈ ഉടലിൽ വസിക്കുന്നിടത്തോളം വാസനകളുടെ ചിറകറ്റ് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം അറിയാതെ ഒരുപാട് പ്രലോഭനങ്ങളിൽ ചെന്ന് നിപതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ശ്രീരാമചന്ദ്രൻ സുവ്യക്തമായി എന്താണ് ആധ്യാത്മികമായ ചര്യ എന്നും ഏതായിരിക്കണം ജീവിതത്തിൻ്റെ മാർഗം എന്നും രാമൻ ഒരയനത്തെ, ഒരു വഴിയെ, ഒരു യാത്രയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ലക്ഷ്മണകുമാരൻ. ലക്ഷ്മണകുമാരനോട് പറയുന്നു, നാം ഈ ദേഹം എന്ന് ഒരു അഹംബുദ്ധിയുമായി നടക്കുന്നവരാണ്. ശരീരമാണ് നാം എന്ന് ധരിക്കുന്നു. ശരീരത്തിന് അകമേ വസിക്കുന്ന പരമാത്മാവിനെ തിരിച്ചറിയാതെ ഈ ശരീരമാണ് താൻ എന്നുള്ള തെറ്റിദ്ധാരണയാൽ നാം ജീവിക്കുന്നു. കായത്തെ താനായി ധരിക്കുമ്പോൾ താൻ നിലനിൽക്കുന്ന തനിക്ക് ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തെയും അത് യാഥാർത്ഥ്യം എന്ന് തന്നെ നനയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉണ്ടാകുന്നത് നാം മായയ്ക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിന്, ലോകത്തിൻ്റെ മോഹമതമാത്സര്യങ്ങൾക്ക് വ്യക്തി കീഴ്പ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തന്നിൽ തന്നെയുള്ള ആ സത്യസ്വരൂപത്തെ തിരിച്ചറിയാത്തത് മൂലമാണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവിനെ ആണ് അവിദ്യ എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള ലോകത്തെയും നമ്മുടെ ദൈനംദിന കർമ്മങ്ങളെയും നാം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് അവിദ്യ എന്ന് പറയുന്നത്. വിദ്യ എന്നാൽ ആത്മാവിലേക്കുള്ള സഞ്ചാരമാണ്. അത് അത്യന്തം സൂക്ഷ്മതയേറിയ പാതയാണ്. അത് സത്യത്തിലേക്കുള്ള യാത്രയാണ്. ആ സത്യത്തെ തിരിച്ചറിയലാണ് എന്താണ് സത്യം എന്നുള്ളത്. അതിനെ തിരിച്ചറിയലാണ് വിദ്യ. നാം അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് യാത്ര നടത്തേണ്ടിയിരിക്കുന്നു. എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്നാൽ ഞാൻ ആര് എന്ന് അറിയുക എന്നതാണ്. ഞാൻ ആര് എന്ന് അറിയുന്നതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം. ഈ താൻ ആരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എഴുത്തച്ഛൻ തന്നെ ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ്, ആ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരിക്കുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. കണ്ണിന് കണ്ണ്, നാം കാണുന്ന കണ്ണിൻ്റെ പിറകിലൊരു കണ്ണുണ്ട്. ആ കണ്ണാണ് കണ്ണിൽ കാണുന്ന കാഴ്ചകളെ മുഴുവനും ഇന്ന കാഴ്ചകളാണ് എന്ന് മനസ്സിലാക്കി തരുന്നത്. അത് മനസ്സാണ്. ആ മനസ്സിനും ഒരു കണ്ണുണ്ട്. മനസ്സിൽ പതിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നമ്മിലേക്ക് പരാവർത്തനം ചെയ്തു തരുന്ന ഒരു കണ്ണ്. അങ്ങനെ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരിക്കുന്ന പൊരുൾ, അതിൻ്റെ പിറകിലിരിക്കുന്ന ആ കണ്ണാണ് താൻ എന്ന് തിരിച്ചറിയുക. ആ ആത്മസത്യമാണ് താൻ എന്ന് തിരിച്ചറിയുക. അത്യന്തം നിഗൂഢമാണ് ഈ ജ്ഞാനം എന്ന് ഭഗവാൻ സൗമിത്രിയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അത്ര എളുപ്പമല്ല. ആത്മവിദ്യയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അനായാസമായ ഒരു യാത്രയല്ല. വെറുതെ ഒരിടത്തിരുന്നാൽ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയുകയില്ല. നാം നമ്മുടെ കംഫർട്ട് സോണുകളിലിരിക്കുമ്പോൾ നമുക്കൊരിക്കലും എത്തിച്ചേരാവുന്ന ഒരു ഇടമല്ല സത്യസാക്ഷാത്കാരം എന്നുള്ളത്. അതിന് ശരിയായ ഗുരുവിൻ്റെ ഉപദേശം തന്നെ വേണം. അതുകൊണ്ടാണ് ഗുരുവിന് തന്നെ വളരെ മഹത്തരമായിട്ടുള്ള നിർവചനം ഭാരതം നൽകിയിട്ടുള്ളത്. അജ്ഞാനതിമിരാന്തസ്യ ഞാൻ അഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് പറയുന്നത്. അജ്ഞാനത്തിൻ്റെ തിമിരത്താൽ
നാം എല്ലാം പിറന്നു വീണവരാണ്. നാം എല്ലാം അജ്ഞാനത്തിൻ്റെ തിമിരത്തിൽ പിറന്നു വീഴുന്നവരാണ്. തീരെ അറിവില്ലാതെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അജ്ഞാനത്തിൻ്റെ തിമിരം ബാധിച്ച ചക്ഷുസ്സുകളെ, മിഴികളെ ഉന്മീലനം ചെയ്ത്, ജ്ഞാനത്തിൻ്റെ അഞ്ജനശലാക കൊണ്ട് ഉന്മീലനം ചെയ്ത്, ഈ മഹത്തരമായ പ്രപഞ്ചത്തിന് പിറകിലുള്ള ആ ഒരു കോസ്മിക് ബുദ്ധിയെ, ആ പ്രപഞ്ച ബുദ്ധിയെ, ആ പ്രപഞ്ച ചൈതന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വ്യക്തി ആരോ, ആ വ്യക്തിയെയാണ് ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഗുരുവിന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം നൽകിയിട്ടുള്ളത്. ഈശ്വരനും മേലെയുള്ള സ്ഥാനമാണ് ഗുരുവിന് ഭാരതം നൽകിയിട്ടുള്ളത്. കാരണം ഈശ്വരനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പ്രദാനം ചെയ്യുന്ന വ്യക്തിയാരോ, എവിടെയാണ് പ്രകാശം, ആ പ്രകാശത്തിലേക്ക് നമ്മുടെ കൈ പിടിച്ച് നമ്മെ കൊണ്ടുപോകുന്ന വ്യക്തിക്കാണ് ഗുരു എന്ന് പറയുന്നത്. കുമാരനാശാൻ വളരെ മനോഹരമായി അത് മലയാളത്തിൽ പറയുന്നുണ്ട്. ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമുഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറയുന്നുണ്ട്. ആരായുകിൽ അന്ധത്വമൊഴിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടുകളെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് ആ പരമമായ പ്രകാശത്തിലേക്ക് ആരാണോ നമ്മെ നയിക്കുന്നത്, ആ ഗുരു തന്നെയാണ് പരമമായിട്ടുള്ള ദൈവം എന്നുള്ളത്. അപ്പോൾ അപ്രകാരമുള്ള ആധ്യാത്മികമായ തത്വങ്ങളെ എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജന്മസംസാരമാകുന്ന വൃക്ഷം, അതിൻ്റെ ദുഃഖം നമുക്കുണ്ടാകുന്നത് ദേഹത്തിൽ വസിക്കുമ്പോഴാണ്. നമ്മൾ ദേഹമാണ് നാം എന്ന് ധരിക്കുമ്പോൾ ഈ പുത്രമിത്ര കളത്രാദി സംഗമം എല്ലാം അതിൽ വന്നു ചേരുന്നു. ശരീരം പഞ്ചഭൂത സഞ്ചയമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോവുകയും നമ്മൾ ഇന്ദ്രിയം കൊണ്ടും അഹങ്കാരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അർജുനനോട് പറയുന്നുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ എന്ന് പറയുന്നുണ്ട്. അല്ലയോ അർജുന, നീ വസിക്കുന്ന ഈ ക്ഷേത്രം, ഈ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്രം എന്നാൽ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് എന്തോ അതാണ് ക്ഷേത്രം. നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ശരീരം ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തെ അനശ്വരമാക്കി തീർക്കുന്നതിന് നമുക്ക് ലഭിച്ച ഒരു ഉപകരണം മാത്രമാണ് ഈ ശരീരം. ഈ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നും കൂടി വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഈ ശരീരം എന്തിനാണ് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നതിനല്ല. ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ധർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ധർമ്മം ചെയ്യേണ്ടത്? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. മറ്റുള്ളവർക്ക് കൂടി ഗുണപ്രദമായ രീതിയിൽ ജീവിച്ചുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ധർമ്മം നിറവേറ്റേണ്ടത്. നമുക്ക് വലിയ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, നമുക്ക് വലിയൊരു കടപ്പാടുണ്ട്, നമുക്ക് വലിയൊരു ബാധ്യതയുണ്ട് ഈ ലോകത്തോട്. ഒരുപാട് പരസ്പര ആശ്രിതത്വങ്ങളുടെ ഒരു ലോകത്ത് നമ്മൾ നിലനിൽക്കുമ്പോൾ സഹജീവികളോട് നാം പുലർത്തേണ്ടുന്നതായിട്ടുള്ള മൈത്രിയുണ്ട്, അവരോട് പുലർത്തേണ്ടുന്നതായിട്ടുള്ള ഭൂതദയയുണ്ട്. ഇത് എല്ലാം അതിൻ്റേതായ ധർമ്മത്തിൽ നാം നിറവേറ്റുമ്പോഴാണ് ഈ ജീവിതം സാർത്ഥകമാകുന്നത്. മഹത്തരമായ ജീവിതത്തിൻ്റെ പൊരുളിനെക്കുറിച്ച് ശ്രീരാമചന്ദ്രൻ അങ്ങനെ സൗമിത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ അങ്ങനെ ഒരു വലിയ സംവാദത്തിൽ, ആധ്യാത്മികമായ സംവാദത്തിൽ ഏർപ്പെടുകയും ജ്ഞാനവിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യവും ഭക്തിയെക്കുറിച്ചും ഒക്കെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു ഘോരരൂപിണിയായ, കാമരൂപിണിയായ ഒരു രാക്ഷസി കടന്നു വരുന്നത്. അവളുടെ പേരാണ് ശൂർപ്പണഖ എന്ന് പറയുന്നത്. ശൂർപ്പണഖ
വലിയ മുറം പോലെയുള്ള ചെവികളും അതേപോലെ നഖങ്ങളും ഒക്കെയുള്ള ശൂർപ്പണഖ അങ്ങോട്ട് കടന്നു വരുന്നു. ആ ശൂർപ്പണഖ വരുന്നതും ശൂർപ്പണഖ രാമലക്ഷ്മണ കുമാരന്മാരെ കണ്ട് മോഹിക്കുകയും ചെയ്യുന്നു. ശൂർപ്പണഖ ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. താൻ ഖരൻ്റെയും രാവണൻ്റെയും എല്ലാം സഹോദരിയാണ് എന്നും ഈ വനത്തിൽ വസിക്കുന്നവളാണ് എന്നും നിങ്ങളാരാണ് എന്നും ചോദിക്കുന്നു. അവിടെ ശ്രീരാമചന്ദ്രൻ പറയുന്നു, ഞങ്ങൾ ഇന്ന ആളുകളാണ്, അയോധ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞാൻ ശ്രീരാമചന്ദ്രൻ, ഇത് സൗമിത്രി, ഇതെൻ്റെ പത്നിയായ സീത എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ ശൂർപ്പണഖയ്ക്ക് ഒരു ആഗ്രഹം, ശ്രീരാമചന്ദ്രനെ സ്വന്തമാക്കണം, ശ്രീരാമചന്ദ്രൻ തന്നോടുകൂടെ രമിക്കണം എന്നതാണ് ശൂർപ്പണഖയുടെ ആവശ്യം. ശ്രീരാമചന്ദ്രൻ പറയുന്നു, എനിക്കതിന് ആകില്ല. ഞാൻ പത്നി സമേതനാണ്, സീതാസമേതനാണ്. അതുകൊണ്ട് തന്നെ നീ ലക്ഷ്മണനെ, സൗമിത്രിയെ സമീപിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ സൗമിത്രിയുടെ അടുത്തേക്ക് സീത ചെല്ലുന്നു. സൗമിത്രിയുടെ അടുത്തേക്ക് ശൂർപ്പണഖ ചെല്ലുന്നു. ശൂർപ്പണഖ സൗമിത്രിയെ സമീപിക്കുമ്പോൾ സൗമിത്രി പറയുന്നു, എനിക്കതിന് ആവതില്ല. നീ ശ്രീരാമചന്ദ്രനെ തന്നെ സമീപിക്കുക. വീണ്ടും ശൂർപ്പണഖ ശ്രീരാമചന്ദ്രനടുത്ത് ചെല്ലുന്നു. ശ്രീരാമചന്ദ്രൻ വീണ്ടും സൗമിത്രിയുടെ അടുത്തേക്ക് അയക്കുന്നു. 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വലഞ്ഞ ശൂർപ്പണഖയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കാമം അവൾക്ക് തന്നെ സഹിക്കവയ്യാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് അവൾ വളരെ സീതാദേവിയുടെ നേരേക്ക് ആക്രമിക്കുന്നതിന് കുതിച്ചു ചെല്ലുന്നു. ഈ സമയത്ത് രാമചന്ദ്രൻ വാളൂരി അവളുടെ നാസിക കുജങ്ങൾ മുറിക്കുന്നു, അംഗച്ഛേദം വരുത്തുന്നു എന്നുള്ളതാണ്. ആ പരിസരം മുഴുവനും രക്തമംഗലമായി തീരുന്നു. അവിടെ നിന്ന് അലറിക്കരഞ്ഞുകൊണ്ട് ശൂർപ്പണഖ പലായനം ചെയ്യുന്നു. ശൂർപ്പണഖ നേരെ ഓടിച്ചെല്ലുന്നത് തൻ്റെ സഹോദരനായ ഖരൻ്റെ അടുത്തേക്കാണ്. ഖരനോട് പറയുന്നു എന്താണ് നടന്നത് എന്നുള്ളത്. ഇങ്ങനെ രാമലക്ഷ്മണന്മാരും സീതയും എല്ലാം വസിക്കുന്നതും അവർ തന്നെ ആക്രമിച്ചു എന്നുള്ളതും തൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കാതെ ഇപ്രകാരം തന്നെ അപമാനിച്ച് തിരിച്ചയച്ചു എന്നും പറയുന്നു. ഇത് കേൾക്കെ ഖരന് ഏറെ കോപമുണ്ടാവുകയും ഖരനും ദൂഷണനും ആദ്യം 14 പേരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇവരെ പരാജയപ്പെടുത്തുന്നതിന്, വധിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ 14 പേരെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും കൂടി നശിപ്പിച്ചു കളയുകയും തുടർന്ന് ഈ വാർത്തയറിഞ്ഞ ഖരദൂഷണന്മാർ 14,000 അംഗങ്ങളോടുകൂടി ചെന്ന് അവരോട് ഏറ്റുമുട്ടുകയും ആ 14,000 പേരെയും ഖരദൂഷണന്മാരെയും ശ്രീരാമചന്ദ്രൻ തൻ്റെ അസ്ത്രത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. അതോടെ ശൂർപ്പണഖ വീണ്ടും നിസ്സഹായ അവസ്ഥയിൽ ആകുന്നു. ആ ശൂർപ്പണഖ പിന്നീട് അവിടെ നിന്ന് പലായനം ചെയ്യുന്നത് രാവണ സന്നിധിയിലേക്കാണ്. ഏവർക്കും നമസ്കാരം.